ലെബനൻ ആക്രമണത്തെ തിരിച്ചടിച്ച ഇസ്രയേൽ. ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു, 40 പേർക്ക് പരിക്കേറ്റു. ലെബനനിൽ നിന്ന് ഇസ്രയേലിലേക്ക് ശക്തമായ റോക്കറ്റ് ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് സൈനിക നടപടി. ഗാസയിലെ ഹമാസ് ഭീകരൻ സലാ അൽ ബർദവിനെയും ഇസ്രയേൽ സേന വധിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലെബനന്റെ ആക്രമണത്തിന് ഇസ്രയേൽ ഇപ്പോൾ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഗാസയിലെ ഹമാസ് ഭീകരനെ ഇസ്രയേൽ സേന വധിച്ചു. വിശദാംശങ്ങളുമായി ഐസനുണ്ട്. ഐസൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ശക്തമായ ആക്രമണമാണ് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ രാത്രിയോടെയൊക്കെ ലെബനനിലും അതുപോലെ തന്നെ ഗാസയിലും നടന്നത്. ഗാസയിലും അതിശക്തമായ ആക്രമണം നടന്നു. ഹമാസിന്റെ ഒരു നേതാവ് കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ 2 നേതാക്കളും ഇതുപോലെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടുത്ത ആക്രമണം ഹമാസിനെതിരെ ഇസ്രയേൽ നടത്തുകയാണ്. നമുക്കറിയാവുന്നതാണ്, ഹമാസിന്റെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്ന നീക്കങ്ങൾ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആ സംഘടനയെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. അതേസമയം വെടിനിർത്തൽ ധാരണയിലെത്തുന്നതിന് മുന്നോടിയായി ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന ഇസ്രയേലിന്റെ ആവശ്യത്തോട്, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ തന്നെ ആവശ്യത്തോട്, ഭാരതം ഉൾപ്പെടെ മുന്നോട്ട് വെച്ച ആവശ്യത്തോട് തീർത്തും നിസ്സംഗമായ ഒരു നിലപാട് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഹമാസിനെതിരെ അതിശക്തമായ ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുകയും ചെയ്തത്. മറ്റൊരു സുപ്രധാന വിഷയം ഇന്ന് പുറത്തു വരുന്നത്, ലെബനനിൽ നിന്ന് ശക്തമായ വ്യോമസേനയുടെ നടപടികൾ ഉണ്ടായി ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് എന്നാണ്. നമുക്കറിയാവുന്നതാണ്, ലെബനനിലെ പലയിടങ്ങളിൽ നിന്നും അതിശക്തമായ ആക്രമണമാണ് ഇസ്രയേലിന്റെ പല മേഖലകളിലേക്കും നടന്നത്. നിരവധി റോക്കറ്റുകൾ വർഷിച്ചു എന്നാണ് ഇസ്രയേൽ സേന വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കടുത്ത നടപടിയിലേക്ക് തിരിഞ്ഞത്. ഒരേ സമയം ലെബനനെതിരെയും ഹമാസിനെതിരെയും കടുത്ത ആക്രമണവും പ്രതിരോധവും സൃഷ്ടിക്കുകയാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ. നമുക്കറിയാവുന്നതാണ്, ഹമാസിനെ പിന്തുണച്ച് പലതവണ ഈ നവംബർ മാസത്തിൽ ലെബനന്റെ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ ധാരണ വരുന്നതിന് മുമ്പ് ഹമാസിന്റെ പിന്തുണയായി വലിയ തോതിലുള്ള ആക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആക്രമണം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഹമാസ് വീണ്ടും പുനരുജ്ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി ഹമാസ് നേതാക്കളെ ലെബനനിൽ നിന്ന് പിടികൂടുന്നത് ഉൾപ്പെടെ, അല്ലെങ്കിൽ അവിടെ കൊല്ലപ്പെടുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. വീണ്ടും ഈ 2 സംഘടനകളും, അതായത് ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹമാസും ചേർന്ന് ഈ പശ്ചിമേഷ്യയിലെ സമാധാന ഭംഗം വരുത്തുന്ന, അല്ലെങ്കിൽ ഇറാനും വേണ്ടി ഇറാന്റെ പിന്തുണയോടെ അക്രമ രാഷ്ട്രീയത്തിനും തീവ്രവാദത്തിനും മുന്നോട്ട് നിൽക്കുന്ന ഈ 2 സംഘടനകളും പുനരുജ്ജീവിക്കുന്ന ഒരു സാഹചര്യം കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി മുന്നിൽ വെച്ചാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് കടുത്ത നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഐസൻ ജോസ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.